doing? I hope you all are doing good. So, in this video, we will cover class 10 CBSE chapter 1 science and chemical reactions and equations. Okay, so this video we will cover 3 parts. So, this is the first part. This is the 2 parts. Okay, so line by line, I will explain. All your doubts are going to be clear after this video. So, let's start. So, in our previous classes, we have studied that changes are two types. First is physical change, second is chemical change. Okay, first is physical change, second is chemical change. Okay, so in the matter 3 types. Okay, matter 3 types. First is solid, second is liquid, third is gas. Okay, so in 3 matter two types of changes. First is physical change, second is chemical change. Okay, so in chapter whole item we whole item chemical change. Okay, chemical reactions and equations. Okay, so now let's start. This is the introduction. So, if there is an activity, this activity I will explain because this activity in the base questions CBSE. So, this is short item. First, ഒരു magnesium ribbon എടുക്കണം നമുക്ക് എന്നിട്ട് ഒരു 2 cm long magnesium ribbon എടുക്കണം എന്നിട്ട് അത് സാൻഡ് പേപ്പർ കൊണ്ട് അത് റബ്ബ് ചെയ്ത് അതിനെ ക്ലീൻ ആക്കണം ബിക്കോസ് magnesium ribbon എന്തോള്ളത് magnesium ഉള്ളത് നോർമൽ ഇറ്റ്സ് നോർമൽ magnesium തന്നെയാണ് ആൻഡ് നമ്മൾ ഇത് നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിന്റെ കോൺടാക്റ്റിൽ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഈ എയർ ഇല്ലേ അറ്റ്മോസ്ഫിയറിൽ അതിൽ ഓക്സിജൻ ഉണ്ട് സോ ഈ മാഗ്നീഷ്യമും ഓക്സിജനും രണ്ടും റിയാക്ട് ചെയ്തിട്ട് മാഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാക്കും ഓക്കെ സോ ഈ മാഗ്നീഷ്യം റിബന്റെ പുറത്ത് ഈ മാഗ്നീഷ്യം ഓക്സൈഡിന്റെ ഒരു ലെയർ ഫോം ആയി കഴിഞ്ഞാൽ അതിൽ നടക്കുന്ന റിയാക്ഷൻ ഒന്നും അതിൽ റിയാക്ട് ആകത്തില്ല ഒരു കെമിക്കൽ റിയാക്ഷൻസും അതിൽ പ്രൊസീഡ് ആകത്തില്ല സോ അതുകൊണ്ട് നമ്മൾ ഈ മാഗ്നീഷ്യം റിബണിൽ സാൻഡ് പേപ്പർ കൊണ്ട് റബ്ബ് ചെയ്തിട്ട് അതിൽ നിന്ന് പ്യുവർ മാഗ്നീഷ്യം ആക്കി അതിനെ വെക്കും ക്ലീൻ ചെയ്തിട്ട് ഓക്കെ സോ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ അത് കഴിഞ്ഞിട്ടില്ലേ ഇതിനെ ഒരു പെയർ ഓഫ് ടോങ്സ് എന്ന് വെച്ചാൽ ഈ കാണുന്നില്ലേ ഇവിടെ ഈ കാണുന്നില്ലേ ഇതാണ് പെയർ ഓഫ് ടോങ്സ് ഓക്കെ ഇതുകൊണ്ട് ഈ മാഗ്നീഷ്യം റിബണിനെ ഇങ്ങനെ പിടിക്കുക ബേണർ ഇവിടെ ഉണ്ട് അതുകൊണ്ട് തീ കത്തിക്കുമ്പോൾ ഇത് ബേൺ ആയിട്ട് ഇതിൻ്റെ ആഷ് ഇല്ലേ ഈ ആഷ് നമ്മുടെ ഈ വാച്ച് ഗ്ലാസ്സിൽ വീഴും ഓക്കെ എന്നിട്ട് ബേൺ ദ മാഗ്നീഷ്യം റിബൺ കീപ്പിംഗ് ഇറ്റ് ആസ് ഫാർ ആസ് പോസിബിൾ ഫ്രം യുവർ ഐസ് ഓക്കെ ഇത് നിങ്ങൾ ബേൺ ചെയ്യുമ്പോൾ ഇത് നിങ്ങളുടെ കണ്ണുകളിൽ നിന്നും ഒത്തിരി എത്ര ദൂരെ ആകാൻ പറ്റും അത്രയും ദൂരെ വെക്കുക അല്ലെങ്കിൽ എന്തോ പറ്റുന്നതെന്ന് അറിയാം നിങ്ങളുടെ ഈ ബ്യൂട്ടിഫുൾ ഫേസ് ഹാൻഡ്സം ഫേസ് ഈ ഫേസ് ഒക്കെ ബേൺ ആകാൻ ചാൻസസ് ഉണ്ട് ഓക്കെ സോ ബി വെരി കെയർഫുൾ വൈൽ ഡൂയിങ് ദിസ് ആൻഡ് ഇവിടെ ഞാൻ പറഞ്ഞില്ല മാഗ്നീഷ്യം റിബൺ ഇന്ന് ക്ലീൻ ചെയ്യുന്നത് അതിൻ്റെ ക്വസ്റ്റ്യൻ CBSE കൊടുക്കാറുണ്ട് സോ ഞാൻ പറഞ്ഞ പോലെ അതങ്ങ് ആൻസർ ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വാട്ട് ഡു യു ഒബ്സർവ് നമ്മൾ എന്തോ ഒബ്സർവ് ചെയ്യുന്നതിന് നമുക്ക് നോക്കാം സോ ഇവിടെ നിങ്ങൾ ഒബ്സർവ് ചെയ്യും ദാറ്റ് ഈ മാഗ്നീഷ്യം റിബൺ ബേൺ ആകത്തില്ല അപ്പം ഇത് ഒത്തിരി ഒരു വൈറ്റ് ഫ്ലെയിമും കൊണ്ടായിരിക്കും ഇത് ഫുള്ള് വൈറ്റ് കളർ ഉണ്ടായിരിക്കും അത് ബേൺ ആകുമ്പോൾ ഓക്കെ ആൻഡ് ഈ ആഷ് വീരത്തില്ല ഇത് ഫുള്ള് വൈറ്റ് കളർ പൗഡർ ആയിട്ടായിരിക്കും മാറുന്നത് ഓക്കെ ബേൺസ് വിത്ത് ഡാസ്ലിംഗ് വൈറ്റ് ഫ്ലെയിം ഒരു വൈറ്റ് ഫ്ലെയിം ഉണ്ടായിരിക്കും അത് കത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു വൈറ്റ് ഫ്ലെയിം കാണാൻ പറ്റും ആൻഡ് ചേഞ്ചസ് ഇൻ ടു എ വൈറ്റ് പൗഡർ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആഷ് ഇല്ലേ ആ ആഷ് വൈറ്റ് പൗഡറിലോട്ട് ചേഞ്ച് ആകും ദിസ് പൗഡർ ഇസ് മാഗ്നീഷ്യം ഓക്സൈഡ് ഓക്കെ ഈ പൗഡറില്ലേ ഈ ഫോം അയക്കുന്ന പൗഡർ വേറെ ഒന്നുമല്ല ഇറ്റ്സ് മാഗ്നീഷ്യം ഓക്സൈഡ് ഓക്കെ ഈ മാഗ്നീഷ്യം ഓക്സൈഡ് എങ്ങനെ ഫോം ആയത് ഇറ്റ് ഈസ് ഫോംഡ് ഡ്യൂ ടു ദ റിയാക്ഷൻ ബിറ്റ്വീൻ മാഗ്നീഷ്യം ആൻഡ് ഓക്സിജൻ പ്രസന്റ് ഇൻ ദി എയർ ഓക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇറ്റ് ഈസ് ഫോം ഡ്യൂ ടു ദ റിയാക്ഷൻ ബിറ്റ്വീൻ മാഗ്നീഷ്യം ആൻഡ് ഓക്സിജൻ പ്രസന്റ് ഇൻ ദി എയർ ഓക്കെ ഇത് മാഗ്നീഷ്യമാണ് ആൻഡ് ഓക്സിജൻ എയറിലുള്ള ഓക്സിജൻ രണ്ടും റിയാക്ട് ചെയ്തിട്ട് മാഗ്നീഷ്യം ഓക്സൈഡ് ആയിട്ട് ഇത് ഫോം ആകും ഓക്കെ സോ ദിസ് ഈസ് വാട്ട് യു ഹാവ് ടു റൈറ്റ് ഇൻ യുവർ എക്സാംസ് ടു നൗ ലെറ്റ്സ് കം ടു ദ നെക്സ്റ്റ് ആക്ടിവിറ്റി ഈ ഒരു ആക്ടിവിറ്റിയിൽ കൊടുത്തേക്കുന്നത് ദാറ്റ് സിങ്ക് ഗ്രാന്യൂൾ സിങ്ക് എന്തോ ഒരു മെറ്റലാണ് ഓക്കെ സിങ്ക് മെറ്റലിനെ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് കൊണ്ട് റിയാക്ട് ചെയ്യിപ്പിച്ചപ്പോൾ എന്തോ നമുക്ക് ഫോം ആയത് H2 ഗ്യാസ് ഓക്കെ ഹൈഡ്രോജൻ ഗ്യാസ് ആണ് ഫോം ആയത് ഓക്കെ ഈ ആക്ടിവിറ്റിയിൽ എന്തോ കൊടുത്തേക്കുന്നത് സിങ്ക് ഗ്രാന്യൂൾസ് വിച്ച് ഇസ് എ മെറ്റൽ സിങ്ക് എന്തോ ഒരു മെറ്റലാണ് ഓക്കെ അതിനെ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് കൊണ്ട് റിയാക്ട് ചെയ്യിച്ചപ്പം എന്തോ നമുക്ക് ഫോം ആയി കിട്ടിയത് ഹൈഡ്രോജൻ ഗ്യാസ് ആണ് ഫോം ആയി കിട്ടിയത് ഓക്കെ ഈ ആക്ടിവിറ്റിയിൽ നമുക്ക് പഠിക്കേണ്ട ഇതേ ഉള്ളൂ ദാറ്റ് നമ്മൾ ഇപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ ആയിട്ടുണ്ടോ ഇല്ലയോ അതെങ്ങനെയാണ് നമ്മൾ കൺഫേം ചെയ്യുന്നത് അത് കൺഫേം ചെയ്യാൻ നമ്മൾ 4 കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യണം ഫസ്റ്റ് ഇസ് ചേഞ്ച് ഇൻ സ്റ്റേറ്റ് അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ആയി മീൻസ് ഒരു ലിക്വിഡാ അത് ഗ്യാസിൽ കൺവേർട്ടായി ഒരു സോളിഡാ അത് ലിക്വിഡിൽ കൺവേർട്ടായി ഓക്കെ അങ്ങനെ സ്റ്റേറ്റ്സ് ചേഞ്ച് ആയ ദാറ്റ് മീൻസ് ദാറ്റ് അതിലൊരു കെമിക്കൽ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഇസ് ചേഞ്ച് ഇൻ കളർ ഓക്കെ ആ ഒരു കെമിക്കൽ റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞപ്പം ആ നമ്മൾ കെമിക്കൽ റിയാക്ഷൻ ചെയ്യിപ്പിച്ച ആ ഒരു ലിക്വിഡിലോ സോളിഡിലോ അത് ഗ്യാസിലോ എന്തിലേലും കളർ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് അതിൽ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടുണ്ട് ഇവല്യൂഷൻ of gas form ആയിട്ടുണ്ടെങ്കിൽ it's a sign of a chemical reaction okay change in temperature change ആയിട്ടുണ്ടെങ്കിൽ that is also a sign of chemical reaction okay so ഒരു chemical reaction take place ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ നമ്മൾ ഈ 4 കാര്യങ്ങളുണ്ട് ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് so please memorize it thoroughly So our next topic is chemical equation. Okay, chemical equation. അപ്പം നമ്മൾ ഇവിടെ ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്തില്ലായിരുന്നു അതിൽ നമ്മൾ എന്തോ ഫൈൻഡ് ഔട്ട് ചെയ്തത് മാഗ്നീഷ്യം റിബണിനെ ബേൺ ചെയ്തു അപ്പം മാഗ്നീഷ്യം റിബണും എയറിലുള്ള ഓക്സിജനും രണ്ടും മിക്സ് ആയിട്ട് എന്തോ ഫോം ചെയ്തത് മാഗ്നീഷ്യം ഓക്സൈഡ് ആണ് ആഷിൻ്റെ ഫോമിൽ ഫോം ആയത് ഓക്കെ
പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ സിമ്പിൾ വേർഡ്സിൽ നമുക്ക് എഴുതണമെന്ന് ഓർത്തു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് എഴുതുന്നത്? ലെറ്റ് സി. ഓക്കെ, ഇവിടെ കൊടുത്തേക്കുന്ന കണ്ടോ, മാഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ, മാഗ്നീഷ്യം റിബണിൻ്റെ മാഗ്നീഷ്യം പ്ലസ് എയറിൽ ഓക്സിജൻ ഉണ്ട്, അതിൻ്റെ ഓക്സിജനും രണ്ടും ആഡ് ആയപ്പം എന്തോ ഫോം ചെയ്തത്? മാഗ്നീഷ്യം ഓക്സൈഡ് ആണ് ഫോം ചെയ്തേക്കുന്നത്. ഓക്കെ, പ്ലസ് ഇവിടെ ചില കാര്യങ്ങളുണ്ട്, അത് നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാം. The substances that undergo chemical change in the reaction undergo ചെയ്യുന്ന കാര്യങ്ങൾ which are the oxygen and magnesium oxygenum ഇവിടെ chemical reactionൽ participate ചെയ്തിട്ടുണ്ട്. So they are the reactants. Okay, are the reactants. The new substance magnesium oxide formed during the reaction is the product. അപ്പം അത് കഴിഞ്ഞിട്ട് രണ്ടിൻ്റെയും ഈ മാഗ്നീഷ്യമും ഓക്സിജൻ്റെയും കെമിക്കൽ റിയാക്ഷൻ കഴിഞ്ഞിട്ട് പ്രൊഡക്റ്റ് ഫോം ആയില്ലേ, ഒരു ന്യൂ സബ്സ്റ്റൻസ് ഫോം ആയില്ലേ, അതിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് സിമ്പിൾ. ഐ ഹോപ്പ് യു ആൾ അണ്ടർസ്റ്റുഡ്. നൗ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് പാർട്ട്. സോ ഇവിടെ എന്താണെന്നറിയാം, ഇറ്റ്സ് വെരി സിമ്പിൾ. ഇവിടെ കണ്ടില്ലേ, ഈ മേളിൽ കൊടുത്തേക്കുന്നത് നമ്മളൊരു റിയാക്ഷൻ കണ്ടായിരുന്നു, മാഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ വിച്ച് ഗിവ്സ് ഔട്ട് മാഗ്നീഷ്യം ഓക്സൈഡ്. ഇത് ഫുള്ള് പേര് വേർഡ് ടു വേർഡ് എഴുതിയേക്കുക. ദിസ് ഇസ് എ വേർഡ് ഈക്വേഷൻ. ഓക്കെ, ദിസ് ഇസ് നോൺ എസ് എ വേർഡ് ഈക്വേഷൻ. നമ്മൾ ഫുള്ളായിട്ട് പേര് എഴുതിയേക്കുക എല്ലാ എലിമെൻസിൻ്റെയും. സോ ദിസ് ഇസ് എ ഹോൾ വേർഡ് ഈക്വേഷൻ. ബട്ട് ഇവിടെ നമ്മൾ നോക്കിയാലേ ഈ കാണുന്നില്ലേ Mg പ്ലസ് O2 ഗിവ്സ് ഔട്ട് MgO. ദിസ് ഈസ് എ കെമിക്കൽ ഈക്വേഷൻ. വൈ ഇസ് ഇറ്റ് സോ? ബിക്കോസ് നമ്മൾ എല്ലാ എലിമെൻറ്റ്സ് ജैसे ഫോർ എക്സാമ്പിൾ മാഗ്നീഷ്യമിനെ നമ്മൾ Mg എന്ന് എഴുതി, ഓക്സിജനെ നമ്മൾ O2 എന്ന് എഴുതി, വിച്ച് ഗിവ്സ് ഔട്ട് മാഗ്നീഷ്യം ഓക്സൈഡ്, അതിന് നമ്മൾ MgO എന്ന് എഴുതി. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മളെല്ലാം കുഞ്ഞിതാക്കി എഴുതി. ഓക്കെ, വിച്ച് മീൻസ് ദാറ്റ് ദിസ് ഇസ് എ കെമിക്കൽ ഈക്വേഷൻ. ഓക്കെ, ഇതൊരു കെമിക്കൽ ഈക്വേഷൻ ആണ്. പിന്നെ ഈ ലൈനിൽ കൊടുത്തിട്ടുണ്ട് കെമിക്കൽ ഈക്വേഷൻ റിപ്രസെൻറ്റ്സ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ ഈക്വേഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ. ദാറ്റ് മീൻസ് അത് എന്തോ സിംബലൈസ് ചെയ്തേക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് മീൻസ്. ഓക്കെ, ദെൻ നമ്മളിപ്പോൾ എലിമെൻറ്റ്സ് ആറ്റംസ് എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത് ഞാൻ പറയാവേ. സോ ഇവിടെ Mg, ഇവിടെ O2, ഇവിടെ MgO. Mgയുടെ മുമ്പിൽ എന്തോ ഒരു നമ്പറും ഇല്ല, പുറകിലും ഒരു നമ്പറും ഇല്ല. സോ Mgയിൽ എത്ര ആറ്റംസ് ഉണ്ട്? 1 ആറ്റം ഉണ്ട്. O2യിൽ 2 കൊടുത്തിട്ടുണ്ട്, വിച്ച് മീൻസ് ദാറ്റ് ഓക്സിജനിൽ എത്ര ആറ്റംസ് ഉണ്ട്? 2 ആറ്റംസ് ഉണ്ട്. ഇവിടെ MgOയിൽ Oന് 1 ആറ്റം. ഓക്കെ, സോ ഇങ്ങനെയാണ് നിങ്ങൾ എന്തോ എലിമെൻറ്റ്സ് കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, സോ മുമ്പിലും പുറകിലും എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് അത് കൗണ്ട് ചെയ്തിട്ടാണ്, എത്ര നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അത് കൗണ്ട് ചെയ്തിട്ടാണ് നിങ്ങൾ ആറ്റംസ് കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ആറ്റംസ് കൗണ്ട് ചെയ്യുന്നത്. സോ ഇഫ് ജസ്റ്റ് assume that ഇവിടെ ഈ റിയാക്റ്റൻറ്റ് സൈഡിലുള്ള ആറ്റംസും ഈ പ്രൊഡക്റ്റ് സൈഡിലുള്ള ആറ്റംസും രണ്ടും സിമിലർ ആണെന്ന് ഓർത്തോ. ഫോർ എക്സാമ്പിൾ റിയാക്റ്റൻറ്റ് സൈഡിൽ 3 ആറ്റംസ് ഉണ്ട്, പ്രൊഡക്റ്റ് സൈഡിൽ 3 ആറ്റം ഉണ്ട്. അപ്പം 3 രണ്ട് സൈഡിലും സെയിം ആറ്റംസ് ആണ്, which means that this is a balanced equation. What does it mean? This is a balanced equation. It means that this is a balanced equation. But then just assume that ഒരു സൈഡിൽ 2 ആറ്റംസ് പ്രസൻറ്റ് ഉണ്ട്, സെക്കൻഡ് സൈഡിൽ 3 ആറ്റംസ് പ്രസൻറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൽ രണ്ടിലും സെയിം ആറ്റംസ് അല്ല പ്രസൻറ്റ് ആയിട്ടിരിക്കുന്നത്. സോ ദിസ് ഇസ് നോട്ട് എ ബാലൻസ്ഡ് ഈക്വേഷൻ അല്ലേ, ബിക്കോസ് രണ്ട് പ്രൊഡക്റ്റ് സൈഡിലും റിയാക്റ്റൻറ്റ് സൈഡിലും മാസ് ഓഫ് ദി ആറ്റംസ് രണ്ട് സൈഡിലും എന്തുവാ അൺബാലൻസ്ഡ് ആണ്. സോ ദിസ് ഈസ് നോട്ട് എ ബാലൻസ്ഡ് ഈക്വേഷൻ ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് ഈക്വേഷൻ ഇസ് നോൺ ആസ് വാട്ട്? സ്കെലിറ്റൽ ഈക്വേഷൻ. വാട്ട് ഇസ് ഇറ്റ് നോൺ ആസ്? സ്കെലിറ്റൽ ഈക്വേഷൻ. ഓക്കെ, രണ്ട് സൈഡിലും നമ്പർ ഓഫ് ആറ്റംസ് ഡിഫറെൻറ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് സ്കെലിറ്റൽ ഈക്വേഷൻ ആൻഡ് രണ്ട് സൈഡിലും number of atoms similar ആണെങ്കിൽ it is a balanced equation. Got it? So ഈ skeletal chemical equation നല്ലപോലെ മെമ്മറൈസ് ചെയ്തോ. There are chances for it to come in your examination. Okay, now next പോകാം. So here our topic is balanced chemical equation. Okay, balanced chemical equation ne kurichana ivide koduthikunathu. So ippam oru evergreen question undu ella varsham CBSE class 10 students nu oru question undu, which is that most probably ee varsham varan chances undu. So which is that oru chemical equation adu balanced aganam, adu nirbandham endua that a chemical, why is it necessary for a chemical equation to be balanced? Oru chemical equation undu adu balanced thanne aayirikkanam, adentha ingane oru nirbandham. Okay, adana question. Okay, so adina answer endu anariyam. Adina answer is related to nammal class 9th il padichana law of conservation of mass. Okay, adinte kuda related aanu ee oru phenomenon. Okay, so let's see the answer. So according to this law of conservation of mass, it says that mass can neither be created nor be destroyed in a chemical reaction. എന്ന് വെച്ചാൽ നമ്മൾ ഒരു കെമിക്കൽ റിയാക്ഷൻ ഇവിടെ നടക്കുകയെന്ന് ഓർത്തോ, ആ കെമിക്കൽ റിയാക്ഷനിൽ നിങ്ങൾക്ക് മാസിനെ ആഡ് ചെയ്യാനും പറ്റത്തില്ല, ഒരു മാസ് അത് ഡിസ്ട്രോയ് ആകാനും പറ്റത്തില്ല. ഓക്കെ, ഒരു കെമിക്കൽ റിയാക്ഷനിൽ സബ്സ്റ്റൻസ് ഏത് ഫോമിലാണോ അതേ ഫോമിലായിരിക്കും പ്രൊഡക്റ്റ് ആയിട്ടും ഇറങ്ങുന്നത്. ഓക്കെ, ഇതിനകത്തില്ല ദാറ്റ് ഇവിടെ ഓർത്തോ, ജസ്റ്റ് ഇമാജിൻ ഇത് രണ്ട് റിയാക്റ്റൻസ് ആണ്, ഇത് പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, ഈ റിയാക്റ്റൻറ്റിൽ 5 gram. ഓക്കെ, ദിസ് റിയാക്റ്റൻറ്റ് ഇസ് ഓഫ് 5 gram, ദിസ് റിയാക്റ്റൻറ്റ് ഇസ് ഓഫ് 5 gram. ഇത് രണ്ടും പ്ലസ് ആയിട്ട് ഇവിടെ 10 grams. ഈ ഒരു പ്രൊഡക്റ്റ് വരത്തില്ല, ഇത് 10 grams തന്നെ ആയിരിക്കും. ദർ ഇസ് നോ ചാൻസ് ഇത് 9 gram ആകാൻ പറ്റത്തില്ല. ഓക്കെ, ദർ ഇസ് നോ ചാൻസ് ഇത് 9 gram ആകാൻ പറ്റത്തില്ല, ഇത് 10 തന്നെ ആയിരിക്കും, ബിക്കോസ് ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും ഈ വരുന്ന മാസ്. ഓക്കെ, സോ ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് മീൻസ് ദാറ്റ് മാസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. മാസിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റത്തില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റത്തില്ല, വിച്ച് ഇസ് വൈ
it is given that law of conservation balanced തന്നെയായിരിക്കും because reactantന്റെ സൈഡിൽ എത്ര മാസ് ഉണ്ടായിരിക്കും അത് തന്നെയായിരിക്കും പ്രൊഡക്റ്റിന്റെ സൈഡിലെയും മാസ്. ഓക്കെ, ഐ ഹോപ്പ് യു all understood. In another words നമ്മൾ നോക്കിയാൽ it is because of law of conservation of mass can neither be created nor destroyed in a chemical reaction. That is, the total mass of the elements present in the products of a chemical reaction has to be equal to the total mass of the elements present in the reactants. Okay, reactants and products the mass should be equal. Okay, in other words, the number of atoms of each element remains the same before and after the chemical reaction. Before and after chemical reaction മുമ്പും chemical reaction കഴിയുമ്പോഴും the mass elements in അത് same തന്നെ ആയിരിക്കും. Okay, number of atoms and mass will be equal. Hence we need a balanced we need to balance a skeletal chemical equation. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇപ്പോൾ ഒരു skeletal chemical equation ആണെന്ന് ഓർത്തോ. അപ്പോൾ അതൊരു chemical equation അല്ലേ? അതും ഒരു chemical equation ആണ്. പക്ഷേ അത് നമ്മൾ skeletal equationൽ നിന്ന് നമുക്കതിനെ ഒരു balanced chemical equationലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. Okay, so I hope you all understood. It's not that difficult. So yeah, ഇപ്പോൾ നമുക്കില്ലേ ബാലൻസ് കെമിക്കൽ ഈക്വേഷനെ ബാലൻസ് എങ്ങനെയാണ് ചെയ്യുന്നത് അതൊന്ന് നോക്കാം. ഓക്കെ, സോ നമ്മൾ അതിന് വേണ്ടി നമുക്ക് മേലിലോട്ട് പോകാവേ. സൾഫ്യൂറിക് ആസിഡ് ആൻഡ് സിങ്ക് ഗ്രാന്യൂലിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ്, യെസ് ദിസ് വൺ. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം നമ്മൾ എങ്ങനെ കെമിക്കൽ ഈക്വേഷൻ ബാലൻസ് ചെയ്യുന്നതെന്ന്. അപ്പം ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ എന്തോ എഴുതിയത് സിങ്ക് പ്ലസ് സൾഫ്യൂറിക് ആസിഡ്, റൈറ്റ്? ഇവിടെ എന്തായിരുന്നു നോക്കിയോ, ഇത് നമ്മൾ ഡൈല്യൂട്ട് സൾഫ്യൂറിക് ആസിഡ് ആൻഡ് സിങ്ക് ഗ്രാന്യൂൾസിൻ്റെ ഒരു റിയാക്ഷൻ ചെയ്യിച്ചപ്പോൾ നമുക്ക് ഹൈഡ്രോജൻ ഗ്യാസ് ആണ് കിട്ടിയത്. അപ്പം അത് നമ്മൾ എങ്ങനെ എഴുതിയേക്കുന്നത് നോക്കിയേ, സിങ്ക് പ്ലസ് സൾഫ്യൂറിക് ആസിഡ് ഗിവ്സ് ഔട്ട് സിങ്ക് സൾഫേറ്റ് പ്ലസ് ഹൈഡ്രോജൻ, റൈറ്റ്? ഇതാണ് നമ്മൾ എഴുതിയത്. അപ്പം ഇവിടെ ഈ സിങ്ക് ഒരു മെറ്റലാണ്. ഓക്കെ, സൾഫ്യൂറിക് ആസിഡ് ഒരു ആസിഡാണ്. അപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ ചാപ്റ്റർ 2 കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ബട്ട് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇവിടെ ദാറ്റ് സിങ്ക് ഒരു മെറ്റലും ഒരു ആസിഡും രണ്ടും റിയാക്ട് ചെയ്യുമ്പോൾ എന്തുവാ എപ്പോഴും ഒരു ഹൈഡ്രോജൻ ഗ്യാസ് ഫോം ആകും. ഓക്കെ, ലെറ്റ് മീ റൈറ്റ് ഇറ്റ് ഹിയർ. Metal plus what? Acid. Okay, metal plus acid will always give out hydrogen. What? Hydrogen. Always remember. Okay, metalum acidum react ആകുമ്പം hydrogen form ആകും. Okay, അത് കഴിഞ്ഞിട്ട് വാട്ട് ഇസ് ലെഫ്റ്റ്? സിങ്കും സൾഫ്യൂറിക് ഇസ് ലെഫ്റ്റ്, റൈറ്റ്? സിങ്കും സൾഫേറ്റും ലെഫ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്തുവാ വന്നിരിക്കുന്നത്? സിങ്ക് സൾഫേറ്റ്. ഓക്കെ, സോ ഓൾവേസ് റിമെമ്പർ സിങ്ക് ഒരു മെറ്റലാണ്, സൾഫ്യൂറിക് ആസിഡ് ഒരു ആസിഡ് ആണ്. മെറ്റൽ ആൻഡ് ആസിഡ് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രോജൻ ഫോം ആകും. ആൻഡ് വാട്ട് ഇസ് ലെഫ്റ്റ് ഔട്ട്? സിങ്ക് ആൻഡ് സൾഫേറ്റ്. സോ വി ഹാവ് റോട്ട് സിങ്ക് സൾഫേറ്റ്. ഓക്കെ, ഇത് നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ ആയിട്ട് ഈക്വേഷൻ ആയിട്ട് എഴുതണമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഇവിടെ ഉണ്ട്. ഇവിടെ ഇപ്പം നിങ്ങൾ പുതിയ ഈ കെമിക്കൽ ഈക്വേഷൻസ് കാണത്തില്ല, അതൊക്കെ നിങ്ങൾ അങ്ങ് മെമ്മറൈസ് ചെയ്തുകൊണ്ട് വയ്ക്കുക. ഓക്കെ, വാട്ട് എവർ ന്യൂ കെമിക്കൽ ഈക്വേഷൻസ് ചെയ്ത്, ഇപ്പോൾ ഇതൊരു ന്യൂ കെമിക്കൽ ഈക്വേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടി. സോ നിങ്ങൾ ഇത് മെമ്മറൈസ് ചെയ്യുക, ബിക്കോസ് എക്സാമിൽ ഇങ്ങനെ ഈക്വേഷൻസ് വരാൻ ചാൻസസ് ഉണ്ട്. സോ ഇനി വരുന്ന കെമിക്കൽ ഈക്വേഷൻസ് നിങ്ങൾ മെമ്മറൈസ് ചെയ്യുക, ബിക്കോസ് മെമ്മറൈസ് ചെയ്യാതെ വേറെ ഒരു വഴിയില്ല. ഓക്കെ, യു ഹാവ് ടു മെമ്മറൈസ് ഇറ്റ്. ഓക്കെ, സോ ഇപ്പോൾ സിങ്കിന് നമ്മൾ എന്ത് എഴുതി? ZN എന്ന് എഴുതുന്നത്. ഓക്കെ, ദെൻ സൾഫ്യൂറിക് ആസിഡിൻ്റെ ഫോർമുല ആണ് H2SO4. സൾഫ്യൂറിക് ആസിഡിൻ്റെ ഫോർമുല ആണ് H2SO4. ദെൻ സിങ്ക് സൾഫേറ്റ്, സിങ്ക് എന്ന് വെച്ചാൽ ZN, അത് നമുക്കറിയാം. സൾഫേറ്റ് എവിടെ വരും? അവിടെ എല്ലാം നിങ്ങൾക്ക് SO4 ആഡ് ചെയ്യണം. ഓക്കെ, സൾഫേറ്റ് എന്ന് വെച്ചാൽ എന്തുവാ? സൾഫേറ്റ് ഈക്വൽസ് ടു SO4. ഓക്കെ, ഓൾവേസ് റിമെമ്പർ സൾഫേറ്റ് എന്ന് വെച്ചാൽ SO4. സോ സിങ്ക് സൾഫേറ്റ് എന്ന് പറയുമ്പോൾ ZnSO4 പ്ലസ് ഹൈഡ്രോജനിൻ്റെ ഫോർമുല എന്തുവാ? H2. ഓക്കെ, ഹൈഡ്രോജനിൻ്റെ ഫോർമുല എന്തുവാ? H2. ഇപ്പോൾ ഇത് ഫുൾ എന്തുവാ ആയത്? ഇതൊരു സ്കെലറ്റൽ ഈക്വേഷനാണ്. വാട്ട് ഇസ് ദിസ്? എ സ്കെലറ്റൽ ഈക്വേഷൻ. ദിസ് ഇസ് എ സ്കെലറ്റൽ ഈക്വേഷൻ. ഇതിനെ ഇനി നമ്മൾ ബാലൻസ് ചെയ്യണം. അത് നമ്മൾ എങ്ങനെ ബാലൻസ് ചെയ്യുന്നത്? ലെറ്റ്സ് സീ. ഈക്വേഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം എത്ര എലിമെൻറ്റ് ഉണ്ടെന്ന്. ഓക്കെ, സോ ഇവിടെ നമുക്ക് കാണാം ZN, സിങ്ക് ഒരു എലിമെൻ്റ് ആണ്, ഇവിടെ എഴുതി. H2 ഹൈഡ്രോജൻ ഒരു എലിമെൻ്റ് ആണ്, ഇവിടെ എഴുതി. ഓക്കെ, സൾഫർ ഒരു എലിമെൻ്റ് ആണ്, ഇവിടെ എഴുതി. ഓക്സിജൻ ഇവിടെ ഉണ്ട്, ഓക്സിജൻ ഒരു എലിമെൻ്റ് ആണ്, ഓക്സിജനും എഴുതി. ഓക്കെ, സോ ഇത് 4 എഴുതി, റൈറ്റ്? ഇനി ഇതിൻ്റെ എല്ലാം അറ്റോമിക് നമ്പേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനൊന്നുമില്ല, ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് വി ഹാവ് ടു ഐഡൻറ്റിഫൈ ഇറ്റ്. ഓക്കെ, സോ ഹൗ വിൽ യു ഡു ഇറ്റ്? ലെറ്റ് മീ ടെൽ യു. Now, for example, നമ്മളോട് പറഞ്ഞു we have to find the atom number of atoms in H2. അപ്പോൾ ഇതിൽ എത്ര ആറ്റംസ് ഉണ്ട്? നമ്പർ ഓഫ് ആറ്റംസ് we will say 2 ആറ്റംസ് ഉണ്ട്, ഹൈഡ്രോജൻ്റെ 2 ആറ്റംസ് ഉണ്ട്. ഓക്കെ, 2. ഇപ്പം പിന്നെ ആരെങ്കിലും പറഞ്ഞു നമ്മളോട് ഓക്സിജൻ O3, ഇതിൽ എത്ര ആറ്റംസ് ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ എന്താ പറയും? 3. ഓക്സിജൻ്റെ എത്ര ആറ്റംസ് ഉണ്ട്? 3 ആറ്റംസ് ഉണ്ട്. ഓക്കെ, ലൈക്ക് ദിസ് യു ഹാവ് ടു സേ. ആൻഡ് ഇൻ അതർ സിറ്റുവേഷൻസ്, ഇങ്ങനെയും സിറ്റുവേഷൻസ് ആകാം വേർ യു വിൽ ബി ആസ്ക്ഡ് ഈ 2H3 ഇതിലിപ്പോൾ എത്ര ആറ്റം ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ പറയും? ഇതിൽ നിങ്ങൾ ഈ 2നെയും ഈ 3നെയും 2നെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഈ 2നെയും 3നെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 3s are 6 ആറ്റം. അപ്പോൾ ഇതിൽ ഹൈഡ്രോജൻ്റെ 6 ആറ്റംസ് ഉണ്ട്, മനസ്സിലായി? അങ്ങനെ തന്നെ ഓക്സിജൻ്റെ ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യണം? നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 3s are 6 വന്നില്ലേ? ലൈക്ക് ദിസ് യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ്. ഗോട്ട് ഇറ്റ്? നൗ വേറെ ഇച്ചിരി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യു ആർ ആസ്ഡ് ഇപ്പം SO4 ഇതിൽ സൾഫർ എത്രയുണ്ട്, ഓക്സിജൻ എത്രയുണ്ട്, അങ്ങനെ നിങ്ങളോട് ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ സൾഫറിൻ്റെ ഇവിടെ ഒന്നും ഒരു നമ്പറും ഇല്ല. അപ്പോൾ സൾഫർ എത്രയാണ്? 1. ഓക്കെ, ആൻഡ് ഓക്സിജൻ്റെ എത്ര ആറ്റംസ് ഉണ്ട്? 4 ഇവിടെ ഉണ്ട്. അപ്പോൾ 4 ഓക്സിജൻ ആറ്റം. ഓക്കെ, സോ സൾഫറിൻ്റെ 1 ആറ്റം, ഓക്സിജൻ്റെ 4 ആറ്റംസും ഇവിടെ പ്രസൻറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നൗ നെക്സ്റ്റ് എക്സാമ്പിൾ ഇസ് ഇഫ് സംബഡി ആസ്ക്ഡ് യു
ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇവിടെ ഒന്നും ഇല്ലെന്ന് വെച്ചാൽ SO4 ആയിരുന്നു ഞാൻ കൊടുത്തത്. അപ്പോൾ ഇവിടെ ഒന്നും ഇല്ലെന്ന് വെച്ചാൽ ഇവിടെ 1 ഉണ്ട്. ഓക്കെ, ഇഫ് ദർ ഇസ് നോ നമ്പർ പ്രസന്റ് ദെൻ ഇറ്റ് മീൻസ് ദർ ഇസ് 1. ഓക്കെ, ഇറ്റ് ഇസ് 1. ഓക്കെ, ആൻഡ് ദെൻ ഈ ഓക്സിജൻ്റെ 4 ഇവിടെ നമ്മൾ കണ്ടു. അപ്പോൾ ഇറ്റ്സ് സിമ്പിൾ ദാറ്റ് ദർ ഇസ് 4 atoms of oxygen. Understood? Now in other cases there might be questions where you are asked 2SO4 ഇതിൽ എത്ര atoms ഉണ്ട് ഇങ്ങനെ ചോദിക്കാനും ചാൻസസ് ഉണ്ട്. Now what will we write here? ഈ 2 ഇല്ലേ, this 2, wait a second, this 2 is applicable for sulfur and oxygen both. ഇത് സൾഫറിന് വേണ്ടി ഈ 2 ആപ്ലിക്കബിൾ ആ, ഈ 2 ഓക്സിജന് വേണ്ടി ആപ്ലിക്കബിൾ ആ. നൗ ഈ സൾഫറിൻ്റെ എത്ര ആറ്റം ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 2 atoms of sulfur. ആൻഡ് നൗ ഓക്സിജൻ്റെ എത്ര ആറ്റം ഉണ്ടെന്ന് ചോദിച്ചാൽ what will you do? ഈ 2ഉം ഈ 4ഉം രണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. 2 4s are 8. So there is 8 atoms of oxygen and 2 atoms of sulfur. Okay, got it? It is as simple as that. Now next is, if somebody asked you ഇങ്ങനെ, wait a second, okay, if somebody asked you ഇങ്ങനെ SO4 and 3 ഇങ്ങനെ വരുന്നുണ്ട്, അപ്പോൾ ഇതിൻ്റെ ആറ്റംസ് എത്രയാണെന്ന് ചോദിച്ചാൽ what will you write? You have to say that sulfur, ഈ 3 ഇല്ലേ, ഈ 3 സൾഫറിന് വേണ്ടിയുണ്ട്, ഈ 3 ഓക്സിജന് വേണ്ടിയുണ്ട്. So now for sulfur you will write 3 തന്നെയാണ്. So സൾഫറിൻ്റെ എത്ര ആറ്റംസ് ഉണ്ട്? 3. ആൻഡ് ഓക്സിജൻ്റെ ഈ 4ഉം 3ഉം മൾട്ടിപ്ലൈ ആവും. So 4 3s are 12. Okay, 4 3s are 12 atoms are present for this oxygen. Okay, now in next cases what will happen? Al2 SO4 3. Okay, now ഇപ്പോൾ നിങ്ങളോട് ചോദിച്ചു ഇവിടെ സൾഫർ എത്രയാണ്, അലുമിനിയം എത്രയുണ്ട്, then it is simple, 2 അലുമിനിയം ആറ്റംസ് ഉണ്ട്. സൾഫർ എത്രയുണ്ട്? ഈ ബ്രാക്കറ്റിൻ്റെ മീനിങ് എന്തുവാ? ഈ 3 രണ്ട് ഓക്സിജൻ ആൻഡ് സൾഫർ രണ്ടിലും ആപ്ലിക്കബിൾ ആണെന്നാണ് ഈ ബ്രാക്കറ്റിൻ്റെ മീനിങ്. സോ സൾഫറിൻ്റെ എത്രയുണ്ട്? 3. ആൻഡ് ഓക്സിജൻ്റെ എത്രയുണ്ട്? 4 ഉണ്ട്, 3 ഉണ്ട്. സോ വി വിൽ മൾട്ടിപ്ലൈ ഇറ്റ്. സോ 4 3s are 12 atoms of oxygen. Okay, got it? It is simple. Now next is, so ഇച്ചിരി കൂടി ടഫ് ആക്കാൻ, if somebody asked you Al2 SO4 and 3 പ്ലസ് ഇവിടെ ഒരു 4ഉം ആഡ് ചെയ്തു. Now what will you write? അലൂമിനിയമിൻ്റെ എത്രയുണ്ട്? അലൂമിനിയമിൻ്റെ, as we know, we have to multiply it. This 4 and this 2 we have to multiply it. So this will be 8, right? Got it. Now how സൾഫറിൻ്റെ എത്ര ആറ്റംസ് ഉണ്ട്? സൾഫറിൻ്റെ ആറ്റംസിന് വേണ്ടി first of all what will we do? സൾഫറിന് ഈ 3 ഉണ്ട്, ഈ 4 ഉണ്ട്. So 3 4s are 12 atoms of sulfur. Got it? Then oxygen ഈ 4 ഉണ്ട്, 3 ഉണ്ട്, ഈ 4 ഉണ്ട്. So 4 3s are 12. Okay, 4 3s are 12, 12 4s are 48. So there are oxygen 48 atoms are there. Okay, so this 4, if like this ഒരു 4 present ഉണ്ടായിരിക്കും, then what you have to do, ഈ 4 ഈ എല്ലാ ആറ്റംസിൻ്റെയും ഈ എല്ലാ എലിമെൻസിൻ്റെയും ആറ്റംസും കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായെങ്കിൽ ഈ ഈക്വേഷൻ ബാലൻസ് ചെയ്യാൻ ഒത്തിരി ഈസിയായി ഇവിടം വരെ മനസ്സിലായെങ്കിൽ. ഓക്കെ, സോ നൗ ലെറ്റ് us balance this equation. Which one? Yes, this one. We are going to balance this one. Let's do it. അപ്പോൾ ഇപ്പം നമ്മളിതൊരു സ്കെലറ്റൽ ഈക്വേഷൻ ആണെന്ന് പറഞ്ഞ് അസ്യൂം ചെയ്താണ് ഇവിടെ വിട്ടേക്കുന്നത്. ഓക്കെ, ഞാനിവിടെ എഴുതിയിട്ടുണ്ട് സ്കെലറ്റൽ ഈക്വേഷൻ എന്ന്. ഓക്കെ, നൗ നമ്മൾ ഇത് പഠിക്കുന്ന ബാലൻസ് ഈക്വേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിന് മുമ്പായിരുന്നു നമ്മളിത് സ്കെലറ്റൽ ഈക്വേഷൻ ആണെന്ന് അസ്യൂം ചെയ്ത് എഴുതിയത്. നൗ ഇപ്പം നമ്മൾ ബാലൻസ് ചെയ്യാനൊക്കെ പഠിച്ചില്ലേ, ഇനി നമുക്ക് നോക്കാം ഇത് സ്കെലറ്റൽ ഈക്വേഷൻ ആണോ അല്ലയോ എന്ന്. ഓക്കെ, എന്നിട്ട് നമുക്ക് എഴുതാം സ്കെലറ്റൽ ഈക്വേഷൻ ആണോ അതോ ബാലൻസ്ഡ് ഈക്വേഷൻ ആണോ. സോ ലെറ്റ് us start. നൗ ഇവിടെ യു ക്യാൻ സി ഇവിടെ സെഡിന് എത്രയുണ്ട്, സെഡിൻ്റെ എത്ര ആറ്റംസ് ഉണ്ട്? ഒന്നും ഇല്ലെന്ന് വെച്ചാൽ 1. സോ ഇവിടെ സെഡിൻ്റെ 1 ആറ്റം ഉണ്ട്, ഇവിടെയും സെഡിൻ്റെ 1 ആറ്റം ഉണ്ട്. സോ സെഡിൻ ഈസ് ബാലൻസ്ഡ്. ഓക്കെ, നൗ നെക്സ്റ്റ് ഇസ്, ഇവിടെ ഹൈഡ്രോജൻ എത്രയുണ്ട്? 2 atoms of hydrogen. ഇവിടെ ഹൈഡ്രോജൻ്റെ എത്ര ആറ്റംസ് ഉണ്ട്? 2 atoms of hydrogen. സോ ഹൈഡ്രോജൻ ഈസ് ഓൾസോ ബാലൻസ്ഡ്. സോ Zn ഈസ് ബാലൻസ്ഡ്, ഹൈഡ്രോജൻ ഈസ് ബാലൻസ്ഡ്. നെക്സ്റ്റ് ലെറ്റ് us go to the next one. സൾഫർ, ഈ സൈഡിൽ സൾഫറിൻ്റെ 1 ആറ്റം, ഈ സൈഡിൽ സൾഫറിൻ്റെ 1 ആറ്റം. സോ സൾഫർ ഈസ് ഓൾസോ വാട്ട്? സൾഫർ ഈസ് ഓൾസോ ബാലൻസ്ഡ്. നൗ വാട്ട് ഈസ് ലെഫ്റ്റ് ഔട്ട്? ഓക്സിജൻ, റൈറ്റ്? ഓക്സിജൻ്റെ ഇവിടെ എത്രയുണ്ട്? 4 atoms. ഇവിടെ ഓക്സിജൻ്റെ എത്രയുണ്ട്? 4 atoms. സോ യു ക്യാൻ സീ നൗ ഓക്സിജൻ ഈസ് ഓൾസോ ബാലൻസ്ഡ്. ഓക്കെ, ബാലൻസ്ഡ്. സോ ഞാൻ ഇവിടെ പറഞ്ഞില്ലായിരുന്നു ബാലൻസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഫോളോ ചെയ്യും ബാലൻസ്ഡ് ഈക്വേഷൻസ്. സോ ഇവിടെ എത്രയും മാസ് ഉണ്ട് അത്രയും തന്നെയാണ് ഇവിടെയും മാസ്. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇറ്റ് മീൻസ് ദാറ്റ് ദ ഈക്വേഷൻ ഈസ് ബാലൻസ്ഡ്. ഗോട്ട് ഇറ്റ്? സോ ഇതുകൊണ്ട് നമുക്ക് ഇത് മനസ്സിലായി ദാറ്റ് യു ഷുഡ് നോട്ട് ഒരു ഈക്വേഷൻ നോക്കിയിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യൽ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ബാലൻസ്ഡ് ഓർ ഇഫ് ഇറ്റ് ഇസ് ബാലൻസ്ഡ്. യു ഷുഡ് ഓൾവേസ് ചെക്ക് ഇഫ് ഇറ്റ് ഇസ് ബാലൻസ്ഡ് ഓർ നോട്ട്. ഓക്കെ, മുമ്പ് നമ്മൾ സ്കെലറ്റൽ ഈക്വേഷൻ എന്ന് എഴുതി, പക്ഷേ ദിസ് ഇസ് വാട്ട് ഇറ്റ് ഇസ് എ ബാലൻസ്ഡ് ഈക്വേഷൻ. ഇറ്റ് ഇസ് എ ബാലൻസ്ഡ് ഈക്വേഷൻ. സോ ഓൾവേസ് ബി കെയർഫുൾ ഓൺ ദീസ് തിങ്സ്. ഓക്കെ, നൗ ഇവിടെ as the number of atoms of each element is the same on both sides of the arrow, equation 1.3 is the balanced chemical equation. Okay, ഇതെന്തുവാ? ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്, ബിക്കോസ് ഈ സൈഡിലും സെയിം number of atoms are each elements in ഈ സൈഡിലും സെയിം. So it is a balanced chemical equation. Now we have another chemical equation here. Let us see what does it say. Let us try to balance it. Okay, before that always remember that ഇപ്പോൾ ഒരു ഈക്വേഷൻ ഉണ്ട് Al2 SO4 ഹോൾ ഫ്രൈസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഈക്വേഷൻ്റെ അകവില്ലേ, ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു നമ്പറും ആഡ് ചെയ്യാൻ പറ്റത്തില്ല, റിമൂവും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ ഒരു 3 ഇതിൻ്റെ അകത്തൊരു 3 4 ഒന്നും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ബട്ട് യു ക്യാൻ ഡു ഇറ്റ് ഇൻ ദ ഔട്ട്സൈഡ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു 2 3 എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം, ബട്ട് ഇൻസൈഡ് ദ ഈക്വേഷൻ യു കെ നോട്ട് ആഡ് എനിത്തിങ്. ഓൾവേസ് റിമെമ്പർ ദിസ്. ഓക്കെ, സോ ഇൻ ദിസ് വൺ
ഫസ്റ്റ് ഓഫ് ഓൾ എഫ് ഇവിടെ എത്രയാ? എഫ് ഇവിടെ 1 ഓക്കെ, വെയിറ്റ് എ സെക്കൻഡ്. ഓക്കെ, എഫ് ഇവിടെ 1 എഫ് ഇവിടെ 3. സോ ഇതും കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി ദാറ്റ് ദിസ് ഈക്വേഷൻ ഇസ് നോട്ട് ബാലൻസ് ബിക്കോസ് ഇവിടെ 1 ഇവിടെ 3. ഇറ്റ് ഇസ് നോട്ട് ബാലൻസ്ഡ്. ആൻഡ് ദെൻ ഇവിടെ ഓക്സിജൻ 1 ഓക്സിജൻ ഇവിടെ 4. സോ ഓക്സിജൻ ഇസ് ഓൾസോ നോട്ട് ബാലൻസ്ഡ്. H2 ഇത് നമുക്കിപ്പോൾ ലീവ് ചെയ്ത് വെക്കാം. ഓക്കെ, നൗ 3ഉം 4ഉം ഇപ്പോൾ ഇതിൽ ഹയസ്റ്റ് നമ്പർ ഓഫ് ആറ്റംസ് എവിടെ ആയിരിക്കും അതാണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നത്. സോ ഓക്സിജൻ്റെ 4 പിന്നെ Fe മീൻസ് ഐറൻ്റെ 3. ഓക്കെ, സോ നമ്മൾ ആദ്യം ഓക്സിജനിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഓക്സിജനിലിപ്പം ആസ് യു ക്യാൻ സീ ദാറ്റ് ഓക്സിജനിലിപ്പം എത്രയാ? ഓക്സിജനിലിപ്പം 4 ഇവിടെ എത്രയാ? 1. ഇപ്പം നമ്മൾ ഇത് 4 ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ 4 ആഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ വി വിൽ ആഡ് 4 ഹിയർ. ഓക്കെ, വെർ വിൽ വി ആഡ് 4? We are going to add 4 here, not here. ഇവിടെ നിങ്ങൾക്ക് 4 ആഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ വി ആർ ഗോയിങ് ടു ആഡ് 4 ഹിയർ. ഓക്കെ, ഇപ്പോൾ ഓക്സിജൻ്റെ ഇവിടെയും 4, ഓക്സിജൻ ഇവിടെയും 4. സോ ഓക്സിജൻ ഇസ് നൗ വാട്ട്? ഓക്സിജൻ ഇസ് നൗ ബാലൻസ്ഡ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് യു ക്യാൻ സീ ഐറൻ ഇവിടെ എത്രയാ? 3. ഐറൻ ഇവിടെ എത്രയാ? ഇവിടെ 1. സോ ഇവിടെയും ഐറന് 3 ആക്കാൻ വേണ്ടി വി വിൽ ആഡ് 3 ഹിയർ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ Fe ബാലൻസ് ആയി, ഓക്സിജനും ബാലൻസ് ആയി. വാട്ട് ഇസ് ലെഫ്റ്റ് ഔട്ട്? ഹൈഡ്രോജൻ, റൈറ്റ്? ഹൈഡ്രോജൻ ഇവിടെ 4 2s 8 ആണ്. ഇവിടെ ഹൈഡ്രോജൻ 2 ആണ്. അപ്പോൾ ഇത് 8 ആക്കാൻ വാട്ട് വിൽ വി ഡു? വി വിൽ ആഡ് 4 ഹിയർ. ഓക്കെ, ഇപ്പോൾ ഇതും 4 2s എത്രയായി? 8 ആയി. സോ ഹൈഡ്രോജൻ ഇസ് ഓൾസോ ബാലൻസ്. ഗോട്ട് ഇറ്റ്? ലൈക്ക് ദിസ് വി ഹാവ് ബാലൻസ് ദ ഹോൾ ഈക്വേഷൻ. You can copy it down if you want. So now ഇവിടെ നമുക്കിപ്പം 3 4 1 ഇവിടെ ഒന്നുമില്ല means 1 and this is 4. We have got it. Now let us check the answer if they have got the same answer or not. See, we can see 3 4 1 4, which means that it is right answer. Okay, okay, so here are some things that you should know. So ഇവിടെ എഴുതിയേക്കുന്നത് this method of balancing chemical equation is called hit and trial method, as we make trials to balance the equation by using the smallest whole number or coefficient. Okay, number coefficient. So this means that ഈ ഒരു ഫോമിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്ത ഈ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത ടെക്നിക്കിൽ അതിന് എന്താ പറയുന്നത്? ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് എന്നാണ് പറയുന്നത്. ബിക്കോസ് നമ്മൾ ട്രയൽ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ ഒരു ക്ലോത്ത് സ്റ്റോറിൽ പോയാൽ, ഒരു മോളിൽ പോയാൽ നമ്മൾ തുണി ഇട്ട് നോക്കും, ഏതാണ് നമുക്ക് ഫിറ്റ് ആകുന്നത് അതാണ് നമ്മൾ എടുക്കുന്നത്, റൈറ്റ്? സോ ഇവിടെ ബാലൻസ് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം ഇവിടെ എന്തുവാ 4 ഇട്ട് നോക്കും, ആദ്യം നമ്മളിവിടെ 4 ഇട്ട് നോക്കും, അത് ബാലൻസ് ആയില്ലെങ്കിൽ നമ്മളിത് കട്ട് ചെയ്തിട്ട് 3 ഇട്ട് നോക്കും, അതും ബാലൻസ് ആയില്ല 2 ഇട്ട് നോക്കും. അങ്ങനെ ചെയ്താണ് നമ്മൾ ഒരു ആൻസർ എത്തുന്നത്, ഒരു ബാലൻസ്ഡ് ഈക്വേഷൻ ആക്കി അത് മാറ്റുന്നത്. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ്. ഓക്കെ, വി ആർ ജസ്റ്റ് ട്രയലിംഗ്, ഏത് ഫിറ്റ് ആകും അത് നമ്മൾ ആ ഒരു നമ്പർ അതിൽ യൂസ് ചെയ്യും. ആൻഡ് ഓൾസോ ഇതിൽ നമുക്ക് ഫ്രാക്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എഫിൻ്റെ മുമ്പിൽ നമുക്ക് 1/2 ഇതാണ് ഫ്രാക്ഷൻ, ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇവിടെ സ്മോളസ്റ്റ് whole number coefficient ആണ് യൂസ് ചെയ്യുന്നത്, which means that 2 ഇടാം, അല്ലെങ്കിൽ 3 ഇടാം, അല്ലെങ്കിൽ 1 ഇടാം. Like that we have to use coefficients. Okay, smallest whole number coefficients we have to use. We cannot use any fractions or like that numbers. Okay, so that is what is written. Now then here are some more points. Gaseous, liquid, aqueous, solid reactants and products are represented by the notations respectively, which means that നമ്മളിപ്പം ഗ്യാസ് or liquid or aqueous solution or solid state so എന്തെങ്കിലും നമുക്കിപ്പം റിപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കെമിക്കൽ ഈക്വേഷനിൽ അതിനെ ഇപ്പോൾ ഒരു ഇപ്പം ഇങ്ങനെ എഴുതത്തില്ല. ഇപ്പം സെഡൻ എന്തോ ഒരു മെറ്റലാണ്, അപ്പം സെഡൻ്റെ താഴെ നമ്മൾ മെറ്റൽ എന്ന് എഴുതത്തില്ല, ഫുള്ളായിട്ട് വേർഡായിട്ട് നമ്മൾ എഴുതത്തില്ല. അങ്ങനെ തന്നെ ഇപ്പോൾ ഒരു ഗ്യാസ് ഉണ്ടെന്ന് ഓർത്തോ, ഒരു ഗ്യാസ് ആണെന്ന് ഓർത്തോ, അപ്പോൾ അതിൻ്റെ താഴെ നമ്മൾ G എന്നായിരിക്കും എഴുതുന്നത്. അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഇസ് എ ലിക്വിഡ് then we will write ലിക്വിഡിൻ്റെ L ആയിട്ടായിരിക്കും ഇതിനെ റിപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇഫ് ഇറ്റ് ഇസ് സോളിഡ് then it is S. ഓക്കെ, ഇങ്ങനെ നമ്മൾ നൊട്ടേഷൻസ് യൂസ് ചെയ്യും. Notations use ചെയ്തിട്ടാണ് represent ചെയ്യുന്നത്. If it is aqueous solution then we will write AQ. Okay, if it is aqueous solution we will write AQ like that. Now okay, so here it is written that sometimes the reaction conditions, ഇപ്പം class 10th സ്റ്റുഡൻസിന് അത്രയ്ക്ക് അറിയത്തില്ല that what is gas, what is liquid, what is solid. So in exams you'll be given ഇങ്ങനെ CO, അപ്പം അതിൻ്റെ സൈഡിൽ ഗ്യാസ് ആണ് ഇങ്ങനെ എഴുതി നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ, so here it is written gas, this is liquid, അങ്ങനെ നിങ്ങൾക്ക് ഓൾറെഡി അതിൽ മെൻഷൻഡ് ആയിരിക്കും. ഓക്കെ, now next. So these are some questions. ഇത് കുറച്ച് questions ഉണ്ട്. These are very very important. Please try to practice it. You can find the solutions on the internet. Internetൽ നിങ്ങൾക്ക് ഇതിൻ്റെ solutions ഒക്കെ കിട്ടും. So next topic, types of chemical reaction. ഇത് part 2 വീഡിയോയിൽ ഞാൻ കവർ ചെയ്യും. Then that is it for today's video. I hope you liked it. In case you have any doubts, please feel free to ask me. And that was it. This was part 1. Stay connected and thank you so much.